ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാർഡിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എംപ്ലോയ്മെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു റൂൾസൊക്കെ ഞാൻ പഠിച്ചിരുന്നത് 2015 കാലഘട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2017 പിന്നെ അത് കഴിഞ്ഞ് 2021 അങ്ങാണ്ടാണ് എനിക്ക് പിന്നെ ഡേറ്റ് പുതുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സമയം. പക്ഷേ ആ സമയത്ത് എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഗവൺമെൻറ് തന്നെ എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ ഡേറ്റ് പുതുക്കാനായിട്ടും അതുപോലെ തന്നെ ഡേറ്റ് നമുക്ക് പുതുക്കേണ്ട ടൈമിൽ പുതുക്കാൻ കഴിയാതെ നമുക്ക് പിന്നീട് വീണ്ടും ഡേറ്റ് ഇടേണ്ടതായിട്ടുള്ള ഒരു ഇത് ഗവൺമെൻറ് തന്നെ നമുക്ക് ഏപ്രിൽ 30 വരെ അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടുത്തെ നോട്ടീസ് ബോർഡിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നെടുമങ്ങാട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഓഫീസിലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ നെടുമങ്ങാട് ടൗണിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ജില്ലാ സെക്ഷൻ കോടതി ഉണ്ട്. ആ കോടതിൻ്റെ തൊട്ടുപുറത്താണ് റവന്യൂ ടവർ വരുന്നത്. അപ്പോൾ ഈ റവന്യൂ ടവറിൻ്റെ ഉള്ളിൽ 4th ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് വഴി കയറി 4th ഫ്ലോറിൽ ഇറങ്ങി. ഞാൻ മോനുമായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഓഫീസിൽ നമുക്ക് എൻക്വയറിയിൽ ഇരിക്കുന്ന ഒരു സാറുണ്ട്. ആ സാറിൻ്റെ കയ്യിൽ കാർഡ് കൊടുത്തിട്ട് കാര്യം പറഞ്ഞായിരുന്നു ഇതുപോലെ ഡേറ്റ് പുതുക്കേണ്ട ടൈമിൽ വരാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഇത് വീണ്ടും ഡേറ്റ് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അതുപോലെ വാർഡ് നമ്പർ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് സെറ്റാക്കിയിട്ട് അവരുടെ ഡേറ്റ് ഒക്കെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റിൽ ഇപ്പോൾ 2002 വരെയുള്ള ആൾക്കാരെയോ 2005 വരെയുള്ള ആൾക്കാരെയും കണ്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇന്നിപ്പോൾ എനിക്ക് 2027 ഡേറ്റ് ഇട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.